ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതേ തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇന്നിവിടെ പൂരം പുറപ്പാടാണ്. ഈ കാണുന്ന വരി ഉണ്ടല്ലോ, ഈ കാണുന്ന വരി എന്ന് പറയുന്നത് നമ്മുടെ തൊഴാനുള്ള വരിയാണ്. ഇന്ന് റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും ജനങ്ങളാണ് ഇന്നിവിടെ തടിച്ചു കൂട്ടിയിട്ടുള്ളത്, ഉത്സവം കാണാൻ വേണ്ടി വന്നവർ. ഓക്കെ, അപ്പോൾ പതിവ് പോലെ തന്നെ രണ്ട് സൈഡിലും നല്ല കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ നടുവിലൂടെ ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്. ഇതേ പൊരി, അതുപോലെ തന്നെ പലവിധം പലഹാരങ്ങളുടെ കടകളും എന്താ പറയുക, ചായക്കടകളും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ പൂരം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവർക്ക് നമുക്ക് അവിടെ പോയി ഒക്കെ കയറി ഒരു ചായ കുടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതേ ഇപ്പോൾ നടപ്പന്തലിൽ എത്തിയിട്ടോ. നടപ്പന്തലിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നല്ല ജനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ നടക്കണം കേട്ടോ. നേരെ നടന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ആറാട്ടിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് പോകുന്നതിൻ്റെ വഴിയിലാണ് ഈ ആനകളൊക്കെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തിടമ്പേറ്റാനുള്ള ആനകളാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും ജനങ്ങൾ ആനയെ കാണാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വടക്കേ നടയിൽ എത്തിയപ്പോൾ ഉള്ളൊരു അവസ്ഥയാണിത്. ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ആറാട്ടിൻ്റെ സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കാല് കുത്താൻ പോലും നമുക്ക് ഇവിടെ ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയിലായി മാറും കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രം. ഓക്കെ, അപ്പോൾ തിടമ്പ്, എഴുന്നള്ളത്തിനുള്ള തിടമ്പ് ഇത് ആനപ്പുറത്തേക്ക് ഇപ്പോൾ കയറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇതിന് ക്ഷേത്രത്തിന് ഒരു വലം വെച്ചിട്ട് വേണം അടിയിലേക്ക് ആറാട്ട് കടവിലേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ വള്ളുവനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ തിരുമാന്താംകുന്ന് പൂരം എന്ന് പറയുന്നത്. ഓക്കെ, 11 ദിവസത്തെ പൂരമാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് പൂരം പുറപ്പാടാണ്. ഇന്നാണ് നല്ല ജനങ്ങൾ ഇവിടെ എത്തട്ടോ. ആ ഒരു ദിവസമാണ് ഇന്നിവിടെ. ശരിക്കും ആറാട്ട് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇവിടെ നല്ല മേളം ഉണ്ടാവും, പഞ്ചാരി മേളം ഉണ്ടാവും കേട്ടോ. അത് കാണാനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ അതെ, അങ്ങോട്ട് ഇറങ്ങി ചെല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തായാലും നടക്കണ കേസല്ല അത്. കാരണം അത്രയ്ക്കും ജനങ്ങളാണ്, നമുക്കൊന്നും അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ചൂടാണ്, നല്ല ചൂടിലിങ്ങനെ വിയർത്തൊലിക്കുന്ന ഒരു ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആറാട്ട് കഴിഞ്ഞ് കൊട്ടി മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നല്ല ഗംഭീര പഞ്ചാരിമേളം ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോഴത്തേ നല്ല അടിപൊളി പഞ്ചാരിമേളം തകർത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പഞ്ചാരിമേളം ഏകദേശം അവസാന ഘട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ താഴോട്ട് ഇറങ്ങാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാനിപ്പോൾ ഏകദേശം അടിയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.